MMPC 014 യൂണിറ്റ് ഏഴാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇത്. നമുക്കാദ്യം കോമ്പണൻറ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കാം. വർക്കിംഗ് ക്യാപിറ്റലിന് രണ്ട് കോമ്പണൻറ്റ്സ് ആണുള്ളത്. ഒന്ന് കറണ്ട് അസറ്റ്, രണ്ടാമത്തേത് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ആദ്യം നമുക്ക് കറണ്ട് അസറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കറണ്ട് അസറ്റാണ് ക്യാഷ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മണി. ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈസേനെയാണല്ലോ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പോൾ ഈ ക്യാപിറ്റലിൽ കുറച്ച് പൈസ നമ്മൾ എന്ത് ചെയ്യും, ഫിക്സഡ് അസറ്റ് മേടിക്കാനും എക്യുപ്മെൻറ്റ്, മെഷീനറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനും ലാൻഡ് മേടിക്കാനും ബിൽഡിംഗ് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കും. ബാക്കിയുള്ള പൈസ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിനും റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, അങ്ങനെയുള്ള ക്രെഡിറ്റ് കൊടുക്കുക, ആളുകൾക്ക് ക്രെഡിറ്റിന് കൊടുക്കുക അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ കറണ്ട് അസറ്റാണ് അക്കൗണ്ട്സ് റിസീവബിൾ. നമ്മൾ ക്യാഷിന് സാധനങ്ങൾ കൊടുക്കുന്നതിന് പകരം ക്രെഡിറ്റിന് സാധനങ്ങൾ കൊടുക്കും. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് പൈസ ഇങ്ങോട്ട് കിട്ടാനുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കറണ്ട് അസറ്റാണ് ഇൻവെൻറ്ററി. ഇൻവെൻറ്ററി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഉണ്ടാക്കി പകുതിയായിട്ടുള്ള പ്രൊഡക്ട്സ്, അതുപോലെ ഉണ്ടാക്കി പൂർത്തിയായിട്ടുള്ള നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഭാവിയിൽ ക്യാഷായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള സാധനങ്ങളാണ്. ഇനി അടുത്ത കറണ്ട് അസറ്റാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. നമുക്ക് മാർക്കറ്റിൽ വിറ്റ് പൈസയാക്കാൻ പറ്റുന്ന സെക്യൂരിറ്റികളാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതെടുത്ത് അങ്ങ് വിൽക്കാം, വിറ്റ് കഴിയുമ്പം നമുക്ക് പൈസ കിട്ടും. അതാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഇനി കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് കറണ്ട് അസറ്റുകളായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് ലയബിലിറ്റീസാണ്. ഈ കറണ്ട് ലയബിലിറ്റീസുകളെ പറ്റിയിട്ട് ടെക്സ്റ്റിലൊന്നും പറഞ്ഞിട്ടില്ല, ഇതിനോണ്ട് ടെക്സ്റ്റിലോ അതിനെ പറ്റിയൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഇത് തരാം. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ്, നമ്മൾ പൈസ മേടിച്ചിട്ടുള്ളവർക്ക്, നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ പൈസ മേടിച്ചിട്ടുള്ളത് അവർക്ക് അത് തിരിച്ചു കൊടുക്കണമല്ലോ, അപ്പോൾ അത് നമ്മുടെ ഒരു ലയബിലിറ്റിയാണ്. അതുപോലെ തന്നെ ബിൽസ് പേയബിൾ, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഷോർട്ട് ടേം ലോൺസ്, നമ്മൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ അഡ്വാൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്വാൻസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ പ്രൊവിഷൻ ഫോർ ടാക്സ്, ഡിവിഡൻറ്റുകൾ, അതുപോലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇത്രയൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. സ്മൂത്ത് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്മൂത്തായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ മെഷീൻസിൻ്റെ വല്ല കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ പറ്റണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പൈസ ആവശ്യമാണ്. അപ്പോൾ ഇതിനൊക്കെ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പോയിൻ്റാണ് ഇൻക്രീസ് ഇൻ ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി പൊസിഷൻ. നമ്മുടെ സോൾവൻസിയൊക്കെ ശരിയാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. സോൾവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുതന്നെ. റെഗുലർ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആൻഡ് സാലറീസ് എറ്റ്സെട്ര. നമ്മൾ എംപ്ലോയീസിന് അവരുടെ മാസം തോറുള്ള വേജസും പിന്നെ അവരുടെ സാലറിയും ഒക്കെ കൊടുക്കണമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ഫിക്സഡ് അസറ്റ്, അതായത് ഈ ഫിക്സഡ് അസറ്റിന് വല്ല കേടുപാടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കണമെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഇങ്ങനെ ശരിയാക്കിയിട്ട് ഉപയോഗിക്കുമ്പോഴല്ലേ അതിന് നമുക്ക് എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പോയിൻ്റാണ് മീറ്റിംഗ് ഓഫ് കണ്ടിൻജൻസീസ്. അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പൈസക്ക് ആവശ്യങ്ങൾ, അതൊക്കെ മീറ്റ് ചെയ്യണമെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അടുത്ത പോയിൻ്റാണ് ടൈംലി പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്. ഓണേഴ്സ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതാണല്ലോ ഈ ഡിവിഡൻറ്റ്. അപ്പോൾ അങ്ങനെ ഡിവിഡൻറ്റൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അതുപോലെ ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ അഡ്വാൻറ്റേജസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലും നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. പിന്നെ കമ്പനിയുടെ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യാനും വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ്. അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റില്ല. ഇനി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡിറ്റർമിനൻസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം.
ഒരു ഓർഗനൈസേഷന് വർക്കിംഗ് ക്യാപിറ്റൽ ഇത്രത്തോളം ആവശ്യം വരും എന്നതിനെ തീരുമാനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫാക്ടറാണ് നേച്ചർ ഓഫ് ബിസിനസ്. ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് തീരുമാനിക്കുന്നതിൽ ആ ബിസിനസ്സിൻ്റെ നേച്ചറിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. അതായത് ഇപ്പം ട്രേഡിങ്ങോ അല്ലെങ്കിൽ വല്ല ഫിനാൻഷ്യൽ എൻ്റർപ്രൈസുകളോ ഒക്കെ ആണെങ്കിൽ അതിന് നമുക്ക് ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അതല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകളാണെങ്കിൽ അതിന് ഈ പറഞ്ഞ അത്രയും തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം വരില്ല. അപ്പോൾ രണ്ടാമത്തെ ഡിറ്റർമിനൻ്റ് ആണ് സൈസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ നേച്ചർ പോലെ തന്നെ ബിസിനസ്സിൻ്റെ സൈസും വർക്കിംഗ് ക്യാപിറ്റൽ തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് വലിയ സൈസിലുള്ള ബിസിനസ്സുകളാണെങ്കിൽ അതിന് ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. വല്ല ചെറുകിട കമ്പനികളും ആണെങ്കിൽ അതിന് കുറച്ച് പൈസ മതി. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതാണ് മാനുഫാക്ചറിങ് സൈക്കിൾ. മാനുഫാക്ചറിങ് സൈക്കിളിനെ എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാമെന്ന് നോക്കാം. റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് മുതൽ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറ്റുന്നത് വരെയുള്ള പ്രോസസ്സിനെയാണ് മാനുഫാക്ചറിങ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ മാനുഫാക്ചറിങ് സൈക്കിളിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് ലോങ് ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. ഇനി അടുത്ത ഡിറ്റർമിനൻ്റ് ആണ് ബിസിനസ് ഫ്ലക്ച്വേഷൻസ്. അതായത് എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് എല്ലായ്പ്പോഴും ഉപയോഗിക്കേണ്ടി വരില്ല. ഇപ്പോൾ കുട നമ്മൾ ഉപയോഗിക്കുക മഴക്കാലത്ത് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സീസണലായിട്ടും സൈക്ലിക്കലായിട്ടുള്ള ഫ്ലക്ച്വേഷൻസൊക്കെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറായിട്ട് വരും. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ആ ക്യാഷ് വെച്ച് നമ്മൾ റോ മെറ്റീരിയൽസ് മേടിക്കുന്നു, ആ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്നു, എന്നിട്ട് അത് നമ്മൾ വിറ്റ് തിരിച്ച് നമുക്ക് ക്യാഷ് കിട്ടുന്നു. അപ്പോൾ ഇത്രയും പ്രോസസ്സുകളാണ് ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ വരുന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് നമ്മൾ ഇതിന് വർക്കിംഗ് ക്യാപിറ്റൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിട്ട് വരും. അടുത്ത പോയിന്റ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ആക്ടിവിറ്റീസ്. ഓർഗനൈസേഷനെ നമ്മളെപ്പോഴും ഒരേ ലെവലിൽ തന്നെ കൊണ്ടുപോകാനല്ലല്ലോ ആഗ്രഹിക്കുക. അതിന് നമ്മൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്ക് അതായത് ഇപ്പോൾ ഓർഗനൈസേഷനെ നമ്മൾ എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യുന്നോ അത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ആവശ്യമായിട്ട് വരും. അടുത്തത് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. നമ്മൾ എത്രത്തോളം എഫിഷ്യൻ്റായിട്ടാണോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, അതായത് റോ മെറ്റീരിയൽസിനെല്ലാം നമ്മൾ വളരെ എഫിഷ്യൻ്റായ രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ മാക്സിമം ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും കുറച്ച് വർക്കിംഗ് ക്യാപിറ്റലേ ആവശ്യമായിട്ട് വരുള്ളൂ. ഇനി അവസാനത്തെ ഡിറ്റർമിനൻ്റ് ആണ് പ്രൈസ് ലെവൽ ചേഞ്ചസ്. അതായത് ഇപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെയൊക്കെ വില കൂടുകയാണോ വിചാരിക്കുക. ഇപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ വില കൂടിയെന്ന് വിചാരിച്ച് നമുക്ക് നമ്മുടെ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അളവിൽ നമ്മളതിൽ റോ മെറ്റീരിയൽസ് എന്തായാലും ഇൻപുട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇത്രയും വില കൊടുത്ത് നമ്മളത് മേടിക്കേണ്ടി വരും. അപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെയോ മറ്റുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെയോ ഒക്കെ വില കൂടുകയാണെങ്കിലും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഒരുപാട് ആവശ്യമായിട്ട് വരും.